ചൈന ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയർ ബോംബിനേക്കാൾ ഒരു ആണവ ബോംബ് അണുബോംബ് ഇട്ടാൽ സംഭവിക്കുന്നതിനേക്കാൾ ഇരട്ടി വിപത്തുണ്ടാക്കാൻ കഴിയുന്ന മാരക നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റ് ബോംബുകളുടെ ഗവേഷണത്തിലാണ് അവർ. ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ബോംബ് നമുക്കറിയാം, മുമ്പും ഉത്തര കൊറിയ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ തായ്വാൻ്റെ മേഖലയിലൊക്കെ അമേരിക്കയുടെ ഇല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സാന്നിധ്യമുള്ള ഈ സൗത്ത് ചൈന സീ, ഈ നോർത്ത് ചൈന സീയുടെ ഭാഗത്തൊക്കെ ഈ സീസ്മിക് വേവിലൊക്കെ വ്യത്യാസം വരും. അതായത് ഭൂകമ്പ മാപിനികളിൽ പലപ്പോഴും ഭൂകമ്പത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും. അപ്പോൾ ഇതെന്താണ് എന്നുള്ളതിനെ പറ്റി അന്വേഷണം നടത്തുമ്പോൾ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിഭാസങ്ങളിൽ നിന്നല്ല, പകരം ഉത്തര കൊറിയ പോലുള്ള രാജ്യങ്ങൾ നടത്തുന്ന അതിമാരകമായ ഹൈഡ്രജൻ ബോംബ് ടെസ്റ്റിങ്ങുകളിലൂടെയാണ്. ഈ ടെസ്റ്റിംഗ് നടത്തുമ്പോൾ ഭൂമി ഉരുക്കത്തിന് സമാനമായിട്ട് ഇപ്പോൾ അവർ 300 അടി 1000 അടി ഒക്കെ താഴ്ചയിൽ ഭൂമിക്ക് അടിയിലൊക്കെയാണ് ഇത് പൊട്ടിക്കുന്നത്. പക്ഷേ ഇതുണ്ടാകുന്ന എത്ര തലമുറ കഴിഞ്ഞാലും അത് മാറില്ല. അത്ര ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു ബോംബ്, അത് നിയന്ത്രിത സ്ഫോടനമാണ് അവർ നടത്തുന്നത് പരീക്ഷണത്തിന് വേണ്ടിയിട്ട്. അതുപോലും സീസ്മിക് വേവുകളിൽ പ്രതിഫലിക്കുകയും ഭൂകമ്പത്തിന് സമാനമായിട്ടുള്ള ചെറിയ തോതിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് ലോകം അറിയുന്നത് പൊട്ടിച്ചിട്ടുണ്ടെന്നുള്ളത്.